കോളിങ്ങിന്റെ സ്പെഷ്യൽ പാർട്ടാണ്, ഒരു ചെറിയ സ്പെഷ്യൽ പാർട്ട്. പിന്നെ ഇപ്പം ഞാനിടുന്ന വീഡിയോസിനൊന്നും ലൈക്ക് കിട്ടുന്നില്ല കേട്ടോ. 700 600 ഒക്കെ ഉള്ളൂ. എന്തുകൊണ്ടാ? എൻ്റെ എഡിറ്റിംഗ് പോരാനിട്ടാണോ? സ്റ്റോറി ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ? അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്കൊന്ന് അമർത്തുന്നേ, ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും കൊടുത്ത് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുന്നേ. എന്നാലേ എല്ലാവരിലേക്കും ഈ സ്റ്റോറിയൊക്കെ ഒന്ന് എത്തത്തുള്ളൂ. ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഇന്ന് നമുക്ക് കഥയിലേക്ക് അങ്ങ് പോയാലോ? ബൈ. എന്തിനു വേണ്ടിയാണോ എന്തോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? പാത്രം കഴുകൽ ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ? എത്ര നേരായി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കഴിയുമ്പോ കിടന്ന് പണി തന്നോണ്ടിരിക്കില്ലേ? ഇരുന്ന് നടന്നും കിടന്നൊക്കെ തിന്ന് പ്ലേറ്റ് ഇവിടെ കൊടുന്നിട്ടോളൂ. നിന്റെ തീറ്റ എപ്പോഴും കഴിഞ്ഞില്ലേ? ഇത് അടുത്തത് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് പാത്രം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ തടിയൊക്കെ നോക്കണ്ടേ നീ? പിന്നെ പിള്ളേരിപ്പോ വരും, അവരുടെ പാത്രം കൂടി കഴുകി വെക്കണം. ഓക്കെ അല്ല, അവന്മാർക്ക് കയ്യില്ലേ? അവന്മാരെന്നെ കഴുകിക്കോളൂ. എന്റെ കൊച്ചുങ്ങൾക്ക് കയ്യും കാലൊക്കെ ഉണ്ട്. അവരുടെ കോളേജ് അവസാനിക്കാൻ പോവാ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിലത്തെ പണിയെടുത്ത് പഠിക്കുകയും ചെയ്തായിരുന്നു എന്റെ കുട്ടികള്. ഇപ്പൊ അവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? കാർത്തികൻ, ഒരു കമ്പനി ഭരിക്കുന്ന CEO ഞാൻ. എത്ര പേര് എന്റെ കീഴിൽ ജോലി ചെയ്യുന്നെന്ന് എനിക്കറിയോ? എന്നോട് ഒരു പണിയില്ലാതിരിക്കലും ചോദിക്കാതെ എനിക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ അവിടുത്തെ CEO ആണ്, ഞാൻ ഇവിടുത്തെ CEO. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. വേഗം ആവട്ടെ, എന്നിട്ട് വേണം അടുത്ത പണി തരാൻ വേണ്ടിയിട്ട്. ഇതെന്ത് പറ്റി? തനൂർ സാറും തരുൺ സാറും ഒരുമിച്ചാണല്ലോ ഒന്ന്. ഇന്നും ക്ലാസ് എടുക്കുമോ ഇനി? എന്താടാ എല്ലാത്തിനും മുഖത്തൊരു വിഷമം? ഞങ്ങളുടെ ഒരുമിച്ച് കണ്ടോണ്ടാണോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അയ്യോ, എക്സാമും കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ക്ലാസ്സാ? ക്ലാസ് എടുക്കാനൊന്നുമല്ല, എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാ ഞങ്ങള്. ഇത്ര ടെൻഷൻ ആവുന്നെന്തിനാ? പേടിക്കാതെ വേറെ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയാ. നിങ്ങൾ അത്രയും സ്ട്രിക്റ്റ് അല്ലേ? കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയാലല്ലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇന്ന് ക്ലാസ് എടുക്കാനൊന്നും വന്നില്ല. ഞങ്ങൾ നിങ്ങളോട് ഒരു താങ്ക് യു പറയാൻ വേണ്ടി വന്നതാ. അതെന്തിനാ സർ താങ്ക് യു പറഞ്ഞു വരുന്നല്ല. 1 മാസം പോലും ഞങ്ങൾ ഒരു കോളേജിലും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് പിള്ളേരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ സാധ്യത. ഇവിടെ മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ ബാച്ച് കംപ്ലീറ്റ് ആയി. ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അതിന്റെ വിഷമമുണ്ട്. എന്നാലും നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് കേട്ടോ. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സാർ. അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് വിഷമമാകുന്നുണ്ട്. സാറിനെ എന്നിങ്ങനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഞാൻ. സാർ എന്നെ മറക്കരുത്. ഐ ലവ് യു. അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നത് നല്ലല്ല കുഞ്ഞാടെ. ഇല്ലെങ്കിൽ ആ കുഞ്ഞാടിനെ വെട്ടി നോക്കി ഞാൻ കറി വെക്കും കേട്ടോ. മതി വഴക്കൂടല്ലേ. എല്ലാരോടും കൂടി പറയാണ്, നവംബർ 2 എൻ്റെ ദാദാജിയുടെ മാരേജ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ മിഥുനുമായിട്ട് എല്ലാവരും വരണം കേട്ടോ. വലിയ ചടങ്ങായിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചടങ്ങായിട്ടാണ് ഉള്ളത്. എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തിച്ചേരണം. എന്തായാലും ഞങ്ങൾ പോട്ടെ. എന്നാ നിങ്ങൾ നിങ്ങളുടെ ടൈം എൻജോയ് ചെയ്. ഇനി എന്തെങ്കിലുമൊക്കെ കാണാം. पढ़ाई सब हो गया ना? अब तुम दोनों मेरी बिजनेस संभालो और सारी खूब मेहनत करके उसे बड़ा बना दो। पिताजी ये सही नहीं है. आपने मेरे बिजनेस सब कुछ मेरे बच्चों को दे दिया. अब आपके बिजनेस को इन दोनों को दे रही हो. ये दोनों बच्चे हैं और मैं यहीं पर घर का काम करके करके थक चुका हूँ. चुप करो गट्टी. നിന്റെ ഭാര്യയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തോടെ. നിനക്ക് എന്നെ വന്ന് തൊല ചെയ്യുന്ന എന്തിനാ? ബിസിനസിന്റെ കാര്യം നീ ഇവിടെ മിണ്ടി പോകരുത്. നിനക്ക് പ്രായമായി, ഇനി വീട്ടിലിരിക്കാം. നിനക്കൊരു പണിയല്ലേ വേണ്ടത്? എന്റെ മാരേജാ വരുന്നത്, അതിന്റെ പണി നീ എടുത്തോ. അതാ നിനക്ക് നല്ലത്. നിർത്തുന്നുണ്ട് നിങ്ങളുടെ കരച്ചില്. പ്രായമായപ്പോ നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും താല്പര്യമില്ല അല്ലേ? നിങ്ങൾക്ക് ഇപ്പന്നെ വേണ്ട. അറിയാം, പ്രായമായി കഴിഞ്ഞാ എല്ലാ ഇഞ്ചിനും പ്രോബ്ലം വരും. അത് തന്നെ നിങ്ങളുടെയും പ്രശ്നം. എല്ലാം പോയല്ലേ? എന്താ
उसे अभी भी समझ में नहीं आया। പോട്ടെ ദാദാജി, ഡാഡി പാവല്ലേ. ദാദാജി, ഞങ്ങൾക്ക് ഈ ബിസിനസ്സൊന്നും അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. बस बस मुझे कुछ नहीं सुनना. अब मेरे बिजनेस के सारे अधिकार तुम दोनों पर है. अब इस बारे में छोड़ो, मेरी शादी के बारे में मत करो. सब कुछ तैयार किया ना? कल मेरे जिंदगी के सबसे बड़ा दिन है. എല്ലാം ശരിയാക്കിയിട്ടുണ്ട് രാജാജി. നാളെ മണ്ഡപത്തിൽ വരിക, അവന് മോതിരം മാറുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, കല്യാണം കഴിഞ്ഞു. ഛീ, शर्म नहीं है तुम्हें बदमाश, कुछ भी बोलते रहते हो. एक किस में कैसे शादी होगा? 1 2 3 4 किस तो देना चाहिए ना. क्या क्या दादाजी, कुछ तो शर्म करो. आप तो बदमाश है. क्या बोल रही हो? बच्चे के सामने ऐसे बात. അയ്യേ, ഒരു നാണമില്ലല്ലോ. ദാദാജിയും കണക്ക, കൊച്ചുമക്കളും കണക്ക. ഒന്നും നിർത്തുന്നുണ്ടോ? എന്നിട്ട് വിലപ്പാണി ഉണങ്ങാതെ നോക്ക്. ഞാൻ പോവാ, എനിക്ക് വയ്യത് കേൾക്കാൻ. मेरी जान, कहाँ जा रही हो तुम? പിന്നെ എന്നെ ചീത്ത വിളിക്കുന്നോ? ഞാൻ വന്നിട്ട് തരാം, പണിയുണ്ട് എനിക്ക്. എന്താ അച്ഛാ, കിളികളൊക്കെ ഇങ്ങോട്ട് പോയി. ഇത്രയും കാലമായിട്ട് അമ്മയ്ക്ക് മേരേജ് ആണെന്നുള്ളതിന്റെ അർത്ഥം അറിയില്ലേ? കല്യാണം കേട്ട് ഒരുപാടും ഇപ്പോഴും അമ്മയ്ക്ക് ഹിന്ദിയുടെ അർത്ഥം ഒന്നും അറിയില്ല. അമ്മയ്ക്ക് അർത്ഥം അറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാന്നല്ലേ. ഡാഡി എന്തിനാ അങ്ങനെ വിഷമിപ്പിക്കുന്നത്? അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുത്തതാ, അമ്മയ്ക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യും? ദുഷ്ടന്മാരെ, അപ്പൊ തെറ്റി പറഞ്ഞു കൊടുത്ത് നിങ്ങളാണല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ അത് പറയണോ ബേബി? ഇപ്പോ നമ്മുടേതായ നിമിഷങ്ങൾ പങ്കിടുന്നല്ലേ നല്ലത്. എനിക്ക് നാണം വരുന്നു. ശരിക്കും എന്റെ ബേബിക്ക് നാണം വരുന്നുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇത് കഴിച്ച് സമാധാനപ്പെടുന്നു. ഇതിലൊന്നും സമാധാനം കിട്ടത്തില്ല. അങ്ങനെ എന്റെ ലിറ്റിൽ ഡാഡി ഇങ്ങനെ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാറേ. ഓഹ്, ദാദാജി ഇത്രയും വലിയൊരു തീരുമാനം എടുക്കും ഞാൻ വിചാരിച്ചില്ല. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ബേബി? എന്താ? എന്തെങ്കിലും ഒന്ന് പറയ്. അത് പിന്നെ, ഓ, എന്റെ ഫോൺ അടിക്കുന്നു. दयान, तुम तो कमाल हो. इतनी बड़ी उम्र में तुम छोटे से लड़के से शादी कर रही हो. तुम तो सच में माफिया है. कैसे? उसे कैसे बनाया तुमने? या जबरदस्ती कर रही हो या कुछ और? हे जीवन, क्या बोल रही हो? किसी ने सुन लिया तो? मैं उसके साथ मजाक कर रहा था, लेकिन प्यार है ना, ऐसे चीज किसी भी कहा किससे हो जाते हैं समझ में नहीं आ जाता. हो गया प्यार मुझे उससे. दादाजी, टाइम आई, वरू. हे भाई, तुम क्यों हंस रही हो? क्या शर्मा रही हो? जाओ भाई, अपने प्यार को लेकर आओ. मेरे पिताजी ഇനി മുതൽ എന്റെ അല്ല. ഇങ്ങേരെ കൊണ്ട് ഞാൻ മിഥുൻ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. വൺസ് മോർ दादाजी, Yes, एक come दो on, तीन come on, दे दो. come on. अरे यार, क्या करना है? कंटिन्यू करें? आपको जो मन करे वो. അയ്യോ, കണ്ടിന്യൂ പറഞ്ഞ് കണ്ടിന്യൂസ് ഒക്കെ ആണല്ലോ. ഈ ഒരു ഫസ്റ്റ് നൈറ്റ് വരെ കാത്തിരിക്കത്തില്ലേ? ഓഹ്, പൊടിമടയിലേക്കല്ലോ ചെക്കൻ്റെ കയറിപ്പോക്ക്. രാത്രിക്ക് കുറിച്ച് ബാക്കി വെച്ചോണേ. पिताजी मस्त करो. पिताजी, ബേബി ഉറങ്ങി നിന്നു. എന്നും ബേബിക്ക് തിരക്കാം, എനിക്ക് തിരക്കുണ്ട്. സമയം കണ്ടെത്തി വന്നാലും എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടിപ്പോ. എന്നെ വേണ്ടാത്തവർ എനിക്ക് വേണ്ട, ഞാനും കിടക്കുക.
ക്യാരറ്റ് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യണമെന്നുണ്ടോ? അതങ്ങ് ചിരകിയ പോരെ ആ പാത്രത്തില്. ചെറുതായിട്ട് മധുരം ഉണ്ടാവും, അതൊന്നും വേണ്ട, കട്ട് ചെയ്താൽ മതി, പിള്ളേർക്ക് ഇഷ്ടാവില്ല. അമ്മയും ഡാഡിയും കൂടി പൊരിഞ്ഞ പാചക പരിപാടിയിലാണല്ലോ. എന്താ സ്പെഷ്യൽ? എന്നോട് ഞാൻ പറഞ്ഞു ഡാഡാന്ന് വിളിക്കരുത്, അച്ഛനെ വിളിക്കാൻ. ദിയാൻ പറഞ്ഞ എന്തെങ്കിലും അവൻ അനുസരിച്ചിട്ടുണ്ടോ? അവൻ ഡാഡാൻ തന്നെ വിളിക്കും. അല്ല മോൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ? തരുൺ എണീറ്റില്ലേ മോനെ? അവനെവിടെ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അമ്മ, നേരത്തെയാ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. തരുൺ എണീറ്റിട്ടില്ല. എന്താ ചാരു ഇത് ഇന്നലെ നേരത്തെ പറയാറുന്നില്ലേ? എന്നാ അമ്മ നേരത്തെ എഴുന്നേറ്റുണ്ടാക്കിയായിരുന്നല്ലോ, ഒന്നും ആയിട്ടില്ല ഫുഡ്. സാറില്ല അമ്മ, സഞ്ജുന്റെ കൊടുത്തു വിട്ടാൽ മതി, ഞാൻ കഴിച്ചോളാവേ. ഇപ്പൊ ഞാൻ പോവാ, ബായ്. ബിസിനസ്സിലേക്ക് കാല് കുത്തിയപ്പോ മുതല് ഇരിക്കാനും നിൽക്കാനും തിന്നാനും ഒന്നിനും നേരമില്ല അവന്. വല്ല അസുഖം വരുത്തി വെക്കുന്ന പേടി. പോക്കാണ്ടില്ലേ, ഇനി കഴിക്കുന്ന ഏത് നേരത്താണെന്തോ. ഞാൻ ചാരുവിനെ കുറിച്ച് ഇത്രയും ആവൂലാതെ? അപ്പൊ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ആര് പറഞ്ഞു? അവനങ്ങനെ വല്ല വൈകാരികം വന്ന് കെടുത്താ എന്റെ തരും വേണ്ട കൊണ്ടോടാൻ. അവനത് സമയം നഷ്ടവും പൈസ നഷ്ടവും ഒക്കെയാ. ഓ, വിശ്വസിച്ചു. രണ്ടുപേരും കൂടി എന്താ അവിടെ ചെയ്യുന്നത്? പണിയെടുക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ഡിഷാ. നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്, നീ ഉണ്ടാക്കിയതല്ലേ, നീ തന്നെ കഴിച്ചു, എനിക്കൊന്നും വേണ്ട. മോളെ, ഇവന്റെ ഫ്രണ്ട് ഇല്ലേ, എന്താ അവൻ മണ്ണു, ആ കൊച്ചു വരുന്നുണ്ട്. എന്റെ മാരേജിന് വരാൻ പറ്റിയില്ലല്ലോ. ആ പന്നി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? നിങ്ങളുടെ മാരേജ് കണ്ടില്ല വെച്ചിട്ട് അവൻ തട്ടിപ്പോകത്തില്ലല്ലോ. അവൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നാ പോരെ, വേറെ പണിയൊന്നുമില്ലേ? മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടി ഓരോന്ന് വന്നോളൂ. കുറെ കാലമായിട്ട് ഒരു വിവരമില്ലാതെ ഇരുന്നതാന്നു, ചത്തു എന്ന് വിചാരിച്ചത് ഞാൻ. ധ്യാൻ, എന്താ ഇത് വിളിച്ച് പറയുന്നത്? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണോ പറയുന്നത്? വളരെ മോശം കേട്ടോ. പിതാജി ടെൻഷൻ അടിക്കണ്ട, ഞാൻ എല്ലാം റെഡി ആയിക്കോളാം. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് മോളെ, പക്ഷെ ഇവൻ എനിക്ക് വിശ്വാസമല്ല. ഇവനൊന്ന് ശ്രദ്ധിച്ചേക്ക്. ചാരു, എന്താ നിനക്ക് ആലോചന? എന്താണ് നോക്കുന്നേ? കുറച്ച് ദിവസമായിട്ട് നിനക്ക് നല്ല ആലോചനയാണല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറ, നമുക്ക് പരിഹരിക്കാം. നിന്റെ പൊന്നാരളിവൻ എന്റെ ബേബിക്ക് എന്നിപ്പോ വേണ്ട. നിന്നെ വേണ്ടായോ? ഒരിക്കലും നടക്കാത്ത വിഷയം. നീ ചത്തം കുഴിയെ പോയാലും നിന്റെ ശവത്തിനെ പോലും അങ്ങനെ വെറുതെ വിടത്തില്ല. സത്യം പറ, എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? എന്നിട്ട് ഞാൻ പരിഹരിക്കാം. നീ പരിഹരിക്കോ? ഞങ്ങൾക്കിടയിൽ ഒന്നും നടക്കുന്നില്ല. എടാ, നീ ഇത്തിരി പെർവേർട്ടായി മാറി തുടങ്ങിയോ? എടാ, നടക്കും എന്നത് വേണമെന്നുണ്ടാവും. സഞ്ജു, ഞാൻ ഫിസിക്കൽ കോണ്ടാക്റ്റിനെ പറ്റിയല്ല പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് നല്ല അകന്നിരിക്കാം. സംസാരിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല. സംസാരിക്കാൻ ഒഴിവും സമയമൊക്കെ ഉണ്ടാക്കി ചെന്നാൽ തന്നെ കിടന്നുറങ്ങിക്കളയും. പിന്നെയാണെങ്കിൽ ഫോൺ കോളും. ഇതാണ് വിഷയം. നീ നേരിട്ട് സംസാരിച്ച് തീരാവുന്നേ ഉള്ളൂ. സംസാരിക്കാനുള്ള അവസരം നീ തന്നെ കണ്ടുപിടിക്കേ. നീ എന്തിനാ ഉച്ചയ്ക്ക് രാത്രിക്കൊക്കെ ആക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ കോളേജിൽ പോയി അളിയനും കൂടി പുറത്തൊക്കെ ഒന്ന് പോ. ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോ. എന്നിട്ട് നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞെല്ലാം ക്ലിയർ ചെയ്യടാ. അങ്ങനെ പോയി ശരിയാവും തോന്നുന്നുണ്ടോ? അതൊക്കെ ശരിയാവും. സാറ് കുറെ നിന്റെ പിറകെ നടന്ന് വളച്ചതല്ലേ. ഇനി നിന്റെ റിലേഷൻഷിപ്പിന് വേണ്ടി നീ തന്നെ മുൻകൈ എടുക്ക. ശരി, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ബൈ. സ്റ്റഡി വെരി വെൽ. 2 days ഞാൻ ലീവ് ആയിരിക്കും. എനിക്ക് പകരം ജാക്സൺ സാറാണ് ക്ലാസ് എടുക്കുന്നത്. ജാക്സൺ, തരുൺ സാർ 2-3 ദിവസത്തേക്ക് എന്തായാലും ടൂറ് പോവാണെന്ന് ഞാൻ കേട്ടിരുന്നു. എൻജോയ് യുവർ ടൈം. ബാക്കി ക്ലാസ്സൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ബൈ സർ. താങ്ക് യു, ബൈ. ഹലോ, എന്താണ് വിളിച്ചത്? തരുൺ സാറിനെ ഇങ്ങനെ നോക്കാതെ, സാറിന് വേണ്ടിയിട്ടല്ല, അല്ല സാറുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം ഉറപ്പിച്ചത്. സാറിന്റെ കൂടെ നിൽക്കണം പ്ലീസ്. സാറിങ്ങനെ അടുത്ത് നോക്കാതെ. മിസ്റ്റർ തരുൺ ദിയാൻ, ലിറ്റിൽ ഡാഡി, നീ എന്താ ഇവിടെ? വരാൻ പാടില്ലാത്ത സമയത്ത് ഞാൻ വന്നത്. ഐ എം സോറി. അങ്ങനെയുള്ള സമയം നമുക്കിടയിലില്ല. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിനക്ക് കയറി വരാലോ. എവിടെ വരും കയറി വരാമെന്നതാണല്ലോ എനിക്ക് ഇതുപോലെയൊക്കെ കാണാൻ പറ്റിയത്. ഇതുകൊണ്ടാണല്ലോ എന്നെ ഇത്ര നാളെ ഇഗ്നോർ ചെയ്തത്. നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇവിടെ ആൾക്കാരുണ്ട്. നീ നമ്മൾ തമ്മിലുള്ള വീട്ടിൽ പോയിട്ട് തീർക്കാം. നീ പറഞ്ഞു കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ വേണ്ടിയായിരുന്നെങ്കിൽ ഇത് പറഞ്ഞ പോരായിരുന്നു. ഇങ്ങനെ ഇഗ്നോർ ചെയ്യണമായിരുന്നു. ഞാൻ പോവാ. തരുൺ സാർ, എനി പ്രോബ്ലം?
ഞാനിപ്പോ പിന്നാലെ പോയിട്ടില്ലെങ്കിൽ അത് പ്രോബ്ലം ആവും സിസ്റ്റർ. ബൈ. എന്നാലും എന്റെ കാർത്തികയെ, പ്രായം കൂടുന്നതിനനുസരിച്ച് സൗന്ദര്യം കൂടുന്നതാണ് ആദ്യം എഴുത്ത് കാണുന്നത്. ഈ പന്നിയുടെ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിച്ചാലോ എന്റെ ഭാര്യയുടെ തന്നെ അവനെ നോക്കണം. ഒന്ന് പോ മനു, കളിയാക്കാതെ. മനുവിന് വലിയ മാറ്റമൊന്നുമില്ല, മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിറച്ചിട്ടുണ്ട്. പ്രായമായി വരെയല്ലേ എന്റെ കാത്തു, പിന്നെ നരയ്ക്കാതിരിക്കോ? 10-60 വയസ്സായി തോന്നുന്നുണ്ടെങ്കിന് തിണ്ടി ഊക്കുന്നോ? പ്രായമായി വരെയല്ലേ, അതൊന്നും എല്ലാവർക്കും സംഭവിക്കുന്നു. അതുപോലെ നരയ്ക്കുന്നു. പിന്നെ നിന്റെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സ്ട്രോങ് ആണ് ഇപ്പോഴും. അത് ശരിയാ, ഞാൻ ഇപ്പോഴും അസുഖങ്ങളാ. വർക്കൗട്ടും ഫുഡൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ്, ബട്ട് എന്നാലും ഇപ്പോഴും അസുഖങ്ങളുണ്ട്. തനു, അങ്ങളുടെ ആരും ഫ്രണ്ട്സ് ഇല്ലേ? പിന്നെന്താ അവരിങ്ങനെ? ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ, പക്ഷേ എന്റെ പൊന്നാരമ്മയ്ക്ക് അങ്കിളിനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അങ്കിളിന് തിരിച്ചുണ്ടായിരുന്നു. അത് അച്ഛനറിയാം. അതിന്റെ പ്രശ്ന. ഓ, അതാ അങ്കിൾ അമ്മയുടെ ഫ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഡാഡിക്ക് ജലസി. മോനിപ്പോ കുറെ ദിവസം കഴിഞ്ഞില്ലേ ഇങ്ങോട്ട് വരുന്നത്? കുറച്ചു ദിവസം ഇനി ഇവിടെ നിന്നിട്ടല്ലേ തിരിച്ചൊക്കെ പോകുന്നുള്ളൂ? അയ്യോ അങ്കിൾ, അത് പറ്റില്ല. എനിക്ക് പോണം. മോനെ കുടിക്കാൻ സുഖമില്ലെന്ന് പറയുന്നു. അപ്പൊ അവിടെയൊന്ന് പോയി കുഞ്ഞിനൊന്ന് കാണണം. ഞാനിപ്പോ അങ്കിളുടെയും പിള്ളേരെയും കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓടിപ്പിടിച്ച് വന്നത്. ഇനിയിപ്പോ കണ്ടു സന്തോഷായി. ഇനി ഞാൻ പോവാ. അത്ര ധൃതിയുണ്ട് നിനക്ക് പൊക്കൂടെ? ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ, വേഗം പോകുന്നത് നല്ലത്. ശരി എന്നാ, ബൈ. ധ്യാൻ, എന്തൊക്കെയാ പറയുന്നേ? വീണ്ടാതിരിക്കുന്നുണ്ടോ? അവന് പോവാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ ഇല്ലത്തിന് എന്നെ കുറ്റം പറയാൻ നിൽക്കും. ഞാൻ പോവാ. നാണു, ഞാൻ ഇപ്പൊ വരാവേ. എക്സ്ക്യൂസ് മീ. എന്ത് വേണം? ഞാനിവിടെ ഉള്ളതുകൊണ്ടാണോ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നത്? അവിടുന്ന് പോകുന്നത് ഞാൻ കാരണമാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല ഡാഡാ. ആ ഡാഡാ. പിതാച്ചിന്റെ ഹസ്ബൻഡിനെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? എനിക്ക് ആദ്യ ഒരു എതിർപ്പ് ഈ വിവാഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഞാനും ആലോചിച്ചു, ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പിതാച്ചി ജീവിച്ചത്, മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ. ഈ പ്രായത്തിൽ ഒരു തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ. അതാണായാലും പെണ്ണായാലും എൻ്റെ പിതാച്ചി ഒരുപാട് സ്നേഹിച്ച് നോക്കിയാൽ മതി. ഞാൻ ഹാപ്പിയാ. താങ്ക് യു സോ മച്ച് എന്നെ അംഗീകരിച്ചതിന്. താങ്ക് യു ഒക്കെ എന്തിനാ? പിന്നെ എക്സ്ക്യൂസ് മീ എന്നല്ല, എൻ്റെ പേര് വിളിച്ചാൽ മതി. പ്രായക്കൂട്ട് മൂത്തതാണെങ്കിലും ബന്ധം കൊണ്ട് അല്ലല്ലോ, അതുകൊണ്ട് പേര് വിളിച്ചാൽ മതി. ധ്യാൻ. ഓക്കെ ധ്യാൻ. അമ്മ, ഇത് വെച്ച് എന്തുണ്ടാക്കാനായി ഉദ്ദേശിക്കുന്നത്? ഒന്നോട് ശരിയാവുന്നില്ല. ഈ ധ്യാൻ എന്ത് പറ്റി? മനുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചു വിട്ടത്? വളരെ മോശമായി പോയി. എന്താ അമ്മ, മനോങ്കളിനോടൊരു ക്രഷ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഡാഡ് പാവല്ലേ, ജലസ് അടിച്ചത് അതിന്. ഒന്ന് പോ പിള്ളേരെ കളിയാക്കാതെ. എനിക്ക് അങ്ങനെ ക്രഷ് അത് കോളേജിൽ പഠിക്കുമ്പോഴല്ലേ, അത് ക്രഷ് അല്ലേ, അല്ലാതെ ലവ് അല്ലല്ലോ. ലവ് എൻ്റെ ധ്യാനിനെ മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ധ്യാനിന് എന്നോട് ലവ് ഇല്ലാത്തത്. എപ്പോഴും എന്നെ മേരി ജാൻ എന്ന് പറഞ്ഞ ദേഷ്യപ്പെടും. ദേഷ്യം കൊണ്ടല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ അമ്മ അങ്ങനെ വിളിക്കുന്നത്? മേരി ജാൻ, എന്റെ ജീവൻ. അമ്മേനെ 2 മക്കളും കൂടി പറ്റിച്ചതാ. പാവൻ ഡാഡ. അമ്മ ആ രണ്ടും നിന്നോട് വേറെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഒരു മണ്ടിയായി പോയില്ല അവന്മാരെ വിശ്വസിച്ചിട്ട്. എന്റെ ധ്യാൻ എത്ര നാളെ ഞാൻ ചീത്ത പറഞ്ഞു. അമ്മ പോയിട്ട് ഡാഡിയുടെ പിണക്കൊക്കെ മാറ്റ്. ചെല്ലമ്മ. കിച്ചൻ മെസ്സേജ് കിടക്കുന്ന ശരിയാക്കണേ, ഞാനിപ്പോ വരാം. ചാരു, ഇടാ, നിന്റെ പ്രശ്നമൊക്കെ തീർന്നോ? എവിടെ? ഒന്നും തീർന്നൊന്നുമില്ല. അതിന് തീരൊന്നും എനിക്കറിയില്ല. ഞാൻ ഗാർഡന്റെ അവിടേക്ക് പോവാം. ഓ, എപ്പോഴെങ്കിലും വരാൻ നേരം കിട്ടിയല്ലോ. സൽക്കാരൊക്കെ കഴിഞ്ഞോ? ആ മനു പോയോ? തന്റെ ക്രഷ്. എന്റെ പൊന്നു ധ്യാനെ, ഇതുമാതിരി ജലസ് അടിക്കില്ല നീ. ദേ, മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അതുപോലെ മനുവിനെ ഞാൻ ആരാധിക്കുന്നു. എന്റെ ഒരു ക്രഷ്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രണയൊന്നുമില്ല എനിക്ക് അവന്റെ അടുത്ത്. നീയല്ലേ എന്റെ ജീവൻ, എന്റെ പ്രാണൻ. എന്താ ധ്യാൻ, എന്താ പറ്റി? എന്താ മേരി ജാൻ? എന്താ നിനക്ക് അർത്ഥം എവിടെ നിന്ന് കിട്ടി? ചാരും സിദ്ധും കൂടി അർത്ഥം പറഞ്ഞു. നമ്മുടെ പിള്ളേരെ നമുക്കിട്ട് പണി തന്നതാണെങ്കിലും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതും പറഞ്ഞിട്ട്.
സോറി ധ്യാൻ. സത്യം പറഞ്ഞാൽ നീ അത് കേട്ടിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നത് കാണാനാ എനിക്കും ഇഷ്ടം. നിന്നെ കാണാൻ സുന്ദരിയാ. ഒന്ന് പോ ധ്യാൻ അവിടുന്ന്. क्या हुआ मिथुन, तुम क्यों इतना हंस रही हो? मुझे भी बताओ ना, क्या बात है? അത് എന്നെ ധ്യാന ഡാഡിന്ന് വിളിച്ചു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ അംഗീകരിക്കണമെന്ന് വിചാരിച്ചെടുത്ത്. അതാ ഏതാണോ കാര്യം? അവൻ എന്റെ മോനല്ലേ, എനിക്കറിയാം. അവനെന്നെ ഒരുപാട് ഇഷ്ടാ. അവന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, പുറത്തോരെന്ന് പറയുന്നേ ഉള്ളൂ. ചിക്കൻ വലുതായാലും കൊച്ചു കുട്ടികളുടെ വാശിയും സ്വഭാവ കണ്ടില്ലേ ഇത്ര നാൾ കൊണ്ട്. പാവ അവൻ. മിഥുൻ, ഭാവിയിൽ എന്തെങ്കിലും ഈ വിവാഹത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യൂ? നോ, നെവർ. ഒരു ജീവിത പങ്കാളിയെ പോലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു അനാഥനായ എന്നെ ആരംഗീകരിക്കാനാ? പിന്നെ ലവ് ആൻഡ് ഫസ്റ്റ് സൈറ്റ്, അതെന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്നേഹിച്ച ആളെ തന്നെ എനിക്ക് കിട്ടി. പ്രായം എനിക്ക് പ്രശ്നമല്ല, ഒരു കുടുംബം ഉണ്ടായി. എന്നെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കില്ലേ? ഞാൻ മരിക്കുന്നത് വരെ എന്തായാലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നോ? ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? വേറെ പലതുമുണ്ട്, പക്ഷെ ആദ്യം എനിക്ക് വേഗമാവട്ടെ. ബേബി, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ? എന്തിനു കാത്തിരിക്കുന്നു? എന്നും മാറി നിങ്ങട്ട് എന്തായി ചെയ്യുന്നത്? എന്താ ഇത്ര നോക്കാനാണിത്? കുറെ നേരം നോക്കിയിരിക്കുന്നു. ഇത്രയും ഗൗരവം എന്തിനാ? തെറ്റിദ്ധാരണ മൂലം ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മുടെ ഇടയിൽ അതുപോലെ വേണോ? അതും മുന്നേ ആലോചിക്കണമായിരുന്നു, സ്വയം ചിന്തിക്കണമായിരുന്നു. സ്വയം തന്നെ വേർത്തി വെച്ചതല്ലേ. എന്നെ ഇഗ്നോർ ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ടൈമും കിട്ടാതെ എന്തൊരു ഓട്ടമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴോ കണ്ണി കണ്ട പെൺപിള്ളേർ നിന്റെ കവളി നിർത്ത്, അവിടെ നിർത്ത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അവളെന്റെ സിസ്റ്ററാണ്. എന്റെ കവളി തൊട്ടൂന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ്, അതായിട്ട് മുദ്രവാക്കി. സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ബ്രദേഴ്സ് ഇല്ല. അയ്യേ, ഇങ്ങനെ ബോട്ട് തന്നെ എന്ത് പെരുമാറില്ല ലേട്ടിട്ടാടി. യു ആർ എ ടോപ്പ് ബോയ്. ഈ ബേബിയോട് ഇങ്ങനെ ചെയ്യരുത്. എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ അടുത്തൊന്നും പറയാൻ വേണ്ട. ഞാൻ പോവാ. അങ്ങനൊന്നും പോവല്ലേ. ബേബി, ഒരുപാട് പണിഷ്മെന്റ് തരാനുണ്ട്. ഈ ഒരു കേസിൽ ഒതുങ്ങില്ല. ഷുവറാണോ? ഐ എം റിയലി ഷുവർ ലിറ്റിൽ ഡാഡി. യു ടേക്ക് മീ. ഐ എം ഓൾവേസ് റെഡി.